സ്തുതിപാഠകരെ മറികടക്കാൻ ഭരണാധികാരികൾക്കാകണമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഹിറ്റ്ലറും സ്റ്റാലിനും നല്ല വായനക്കാരായിരുന്നു. എന്നാൽ സ്തുതിപാഠകരെ മറികടക്കാൻ അവർക്കായില്ല. തന്നെ തേടിയും സ്തുതിപാഠകർ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു. നിയമസഭാ പുസ്തകോത്സവത്തിലായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. തന്നിലെ രാഷ്ട്രീയക്കാരനെ വാർത്തെടുക്കുന്നതിൽ വായന വഹിച്ച പങ്ക് ചെറുതല്ല. ഭരണപക്ഷത്തെ നയപരമായി വിമർശിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ബദലുണ്ടാകണം. മാറ്റങ്ങളെ രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും നിരീക്ഷിക്കണം. അതിന് വായന വേണം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലെ നേതാക്കൾ സാഹിത്യം വായിക്കുന്നുവെന്ന സെഷനിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തുടങ്ങിയതൊക്കെയും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അതിനെ വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കി നിങ്ങളതിനെ ആരോഗ്യവതിയാക്കി കേരളത്തിലെ ആരോഗ്യരംഗത്തിന് പുതിയ കാലം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ലോകത്ത് എന്താണ് ആരോഗ്യരംഗത്ത് നടക്കുന്നതെന്ന് അറിയാനുള്ള ശ്രമം ഞാൻ നടത്തണം. അതിലൊരു വലിയ വഴി വായനയാണ്. ഹിറ്റ്ലറും സ്റ്റാലിനും നല്ല വായനക്കാരായിരുന്നു. സ്തുതിപാഠകരെ മറികടക്കാനാകാത്തതുകൊണ്ടാണ് നല്ല ഭരണാധികാരികളാകാൻ കഴിയാതിരുന്നത്. ഭരണാധികാരികളെ പുകഴ്ത്തുന്ന ഡോക്യുമെന്ററികളും തിരുവാതിരകളും സമകാലിക രാഷ്ട്രീയത്തിലെ സ്തുതിപാഠക സംഘത്തിന്റെ അടയാളമാണെന്നും മുഖ്യമന്ത്രിക്ക് സതീശന്റെ ഒളിയമ്പ്. അധികാരം ഉണ്ടാക്കുന്ന ഒരു പാരാഫെർണേലിയുണ്ട്. അധികാരം നൽകുന്ന ഇപ്പോൾ ബംഗ്ലാവ്, കാറ്, പോലീസ്, പട്ടാളം, ആൾക്കൂട്ടം, ബഹളം, ഇത് ആളുകളെ മാറ്റും. ഇപ്പോൾ നമുക്കത് തിരുവാതിരകളെയും മറ്റേ ഡോക്യുമെൻ്ററിയൊക്കെ ആയി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എൻ്റെ ചുറ്റും വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ വായനയുള്ള സതീശൻ സ്തുതിപാഠകരെ മറികടക്കുന്ന ഭരണാധികാരിയാകട്ടെ എന്ന് സഹപാനലിസ്റ്റ് എൻ.ഇ. സുധീറിന്റെ ആശംസ. കേരളത്തിന്റെ ചരിത്രത്തിൽ E.M.S. നമ്പൂതിരിപ്പാട്, C. അച്യുതമേനോൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. വായിക്കുന്ന ഭരണാധികാരികളുണ്ടായിട്ടുണ്ട്. വായനയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ മനുഷ്യൻ്റെ വേദനകളെ തിരിച്ചറിഞ്ഞ ഒരു ഭരണാധികാരിയായി മാറാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ആശംസ നേർന്നുകൊണ്ട് കേരള നിയമസഭാ സമുച്ചയത്തിൽ ഇന്നലെ തുടക്കം കുറിച്ച പുസ്തകമേള ഈ മാസം 13 വരെ തുടരും. തസ്ലീമ നസ്രീൻ, റാണ അയ്യൂബ്, T.M. കൃഷ്ണ, P. സായിനാഥ് തുടങ്ങിയ എഴുത്തുകാരും ചിന്തകരും വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. മീഡിയ 1 തിരുവനന്തപുരം.